ഗായ്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡിൽ തന്നെ കിൽസ്ബർഗ് എന്ന് പറയുന്ന സിറ്റിയിലാണ്. എൻ്റെ പുറകിൽ കാണുന്ന സംഭവം കണ്ട എല്ലാവർക്കും മനസ്സിലായി എന്തിനാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ലിൻഡിൻ്റെ ഫാക്ടറിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവിടെ അവരുടെ ആ ഫുൾ പ്രോസസ്സും അതുപോലെ തന്നെ കുറേ ഫ്രീ ആയിട്ട് പ്രോസസ്സ് കാണാമെന്നുള്ളതല്ല മെയിൻ, കഴിക്കുക എന്നുള്ളതാണ് മെയിൻ. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ജസ്റ്റ് ആ റെയിൽവേ സ്റ്റേഷൻ 5 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഈ ലിൻഡിൻ്റെ ഹോം ഓഫ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടറി വരുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. ബാ ഗൈസ്, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ലിൻഡിൻ്റെ ആ ഒരു റിസപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത കാരണം നമ്മുടെ കയ്യിൽ ആ ഒരു QR കോഡ് ഉണ്ട്. അപ്പോൾ അവിടെ സ്കാൻ ചെയ്താൽ മതി. അല്ലാത്തവർക്ക് അവിടെ വന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം. ആണല്ലേ, ശരിക്കും നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുക, കാരണം ഇവിടെ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. എല്ലാവർക്കും നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ടൈം സ്ലോട്ടിന് തൊട്ട് മുമ്പായിട്ട് വന്നാലും മതി. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ വേൾഡിലെ ലാർജസ്റ്റ് ചോക്ലേറ്റ് ഫൗണ്ടൈൻ, ഉള്ളിൽ കയറുമ്പോൾ തന്നെ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഡിവൈൻ സ്മെല്ലുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ കൊതിയാവും. അത്രയും അടിപൊളിയാട്ടോ ശരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ, അങ്ങനെ വീണോണ്ടിരിക്കുകയാണ്. അൺഫോർച്യുനേറ്റ്ലി നമുക്കിത് കഴിക്കാൻ പറ്റില്ല, മേളിൽ പോയാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ സൈഡിലായിട്ട് ഇവരുടെ ലിൻഡിൻ്റെ സ്റ്റോറൊക്കെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, അടിപൊളിയാണ് കാണാൻ ശരിക്കും. ചോക്ലേറ്റ് ആ ഒരു ഇതിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ, ലൈവായിട്ട്. അടിപൊളിയുണ്ട് അല്ലേ ലിൻഡിൻ്റെ ഇത് കാണാൻ വേണ്ടി. ഇനി ഉള്ളിൽ പോയിട്ട് നമുക്ക് ചോക്ലേറ്റ് സ്റ്റോർ കാണാം. അപ്പോൾ അവിടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ആ ഒരു മേക്കിങ്ങും അങ്ങനത്തെ പ്രോസസ്സും എല്ലാം കാണാം. ഈ ലിൻഡിൻ്റെ ആ ഒരു ഫാക്ടറിയുടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് ജസ്റ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ലഗേജുകളുണ്ടല്ലോ, നമ്മൾ ഹോട്ടലാണെങ്കിലും വെക്കേറ്റ് ചെയ്തിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഇങ്ങനെ ഓരോ ലോക്കറുകളാണ്, ഫ്രീ ആണ്. നമുക്ക് സുഖമായിട്ട് നമ്മുടെ നമ്പർ ലോക്ക് ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് പോകണം, അല്ലെങ്കിൽ തെറ്റിപ്പോകുന്ന തിരിച്ചു വരുമ്പോൾ, കാരണം ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആട്ടോ, ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇതിങ്ങനെ പ്രസ്സാക്കിയപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ആൾ ഓൾറെഡി സാധനം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് വേക്കൻ്റ് ആണ്. ഇതിങ്ങനെ തുറന്ന് നമുക്ക് ഇവിടെ 4 ഡിജിറ്റ് നമ്പർ ഞെക്കിയിട്ട് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കാവും. പിന്നെ അതുപോലെ 4 ഞെക്കിയിട്ട് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സുഖമായിട്ട് നമ്മുടെ ലഗേജ് സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് ചുമന്ന് നടക്കണ്ട. പിന്നെ കുഞ്ഞ് ബാഗൊക്കെ കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ നിന്ന് കിട്ടുന്ന ചോക്ലേറ്റുകൾ കുറച്ച് ഇട്ട് വെക്കാൻ നല്ലതാണ്. അവിടെ നമുക്ക് കുറച്ച് ഫ്രീ ചോക്ലേറ്റ് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കഴിക്കാം, കുറച്ചൊക്കെ എടുക്കുകയും ചെയ്യാം, കാണാണ്ട് എടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞൊരു ബാഗ് ഇതുപോലത്തെ ഞാൻ കൈ വെച്ചിട്ടുണ്ട്. എങ്ങാനും കിട്ടിയാലോ ലോട്ടറി, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. ബാക്കി വലിയ ബാഗ് ലഗേജൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ലോക്ക് ചെയ്ത് പോകണമെങ്കിൽ നല്ലത്. അപ്പോൾ ഫ്രീ ആയിട്ട് നല്ല ചോക്ലേറ്റൊക്കെ കഴിച്ച് നടക്കാം. ഇപ്പോൾ ലിൻഡ് ഫാക്ടറി വന്നാൽ നമുക്ക് ചോക്ലേറ്റ്, ഈ ഒരു ചോക്ലേറ്റിൻ്റെ ടോറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവരുടെ കൂടെ നിന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കാം. നമ്മൾ ടോറാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 17 സ്വിസ് ഫ്രാങ്ക് ആണ് വരുന്നത് കേട്ടോ ഒരാൾക്ക്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതുപോലെ കയറി വരാം. അപ്പോൾ ടിക്കറ്റ് നമ്മൾ ഓൾറെഡി ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവർ നമുക്ക് ടിക്കറ്റ് പ്രിൻറ്റ് ചെയ്ത് തരും. നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വന്ന കാരണം നമുക്ക് മേളിൽ പോയി കഴിഞ്ഞാൽ ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. പിന്നെ ഇതുപോലത്തെ ഒരു സംഭവം നമുക്ക് തരും, നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പ്രശ്നമില്ല. അവരുടെ ഫുൾ കാര്യങ്ങളെ കഥകൾ മൊത്തം ഇംഗ്ലീഷിൽ നമുക്ക് കേൾക്കാം. നമ്മൾ UK അവിടെ നോർമൽ ഇംഗ്ലീഷിലാണ് എടുത്തിരിക്കുന്നത്. അവിടെ പല പല ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ ഈ ഡിവൈസ് വെച്ച് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വഴി കൂടെ പോയിട്ട് വേണം അവിടെ ചോക്ലേറ്റ് ടോറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കയറാൻ പോകണം. നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ട്, ആ ടൈമിനനുസരിച്ച് വരിക കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ചോക്ലേറ്റ് ടോർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ ഉണ്ട് ആ ഒരു ഡിവൈസുകൾ. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ ലാംഗ്വേജ്, ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം കേട്ടോ. അത് കണ്ടോ, നമ്മളെ സംഭവം വർക്ക് ചെയ്യണില്ലെന്നാണ് തോന്നുന്നത്. നമുക്കിവിടെ ലാംഗ്വേജുകൾ ചൂസ് ചെയ്യാം, ഇതിൽ വെച്ച് സിങ്ക് ചെയ്തിട്ട്. ജസ്റ്റ് കയറി അകത്തേക്ക് വരുമ്പോൾ തന്നെ അവരുടെ ആ ഫുൾ ഹിസ്റ്ററി ആട്ടോ, അവരെങ്ങനെയാണ് ആ ഒരു കൊക്കോ ആ പ്ലാന്റ് കൾട്ടിവേറ്റ് ചെയ്തതും. എനിക്കൊന്ന് ഘാന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇതൊക്കെ വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. കംപ്ലീറ്റ് പല വെറൈറ്റി കൊക്കോക്കായ ഉണ്ടല്ലോ, ആ സംഭവങ്ങളുണ്ട്. ഇവിടെ പല പല ഫോട്ടോസ് ഉണ്ട്, പല പേര്. എനിക്കറിയില്ല അത് ഇത്ര ടൈപ്പ് കൊക്കോക്ക ആ സംഭവം ഉണ്ടെന്നുള്ളത് കേട്ടോ. നാട്ടിൽ കൊക്കോക്ക എന്ന് പറയണത് അല്ലേ, കൊക്ക ആ സംഭവം കേട്ടോ. ഇവിടെ പല 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 പേരുകളുണ്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെയും. നമ്മുടെ നാട്ടിൽ ആകെ ഒരു ടൈപ്പുള്ളൂ, പക്ഷെ ഇവിടെ ഉണ്ടാവും പുറസ്, നാനി, മെറനോൺ എന്നൊക്കെ പറഞ്ഞിട്ട് പല പല പേരുകളിൽ കൊക്കോൻ്റെ ആ ഒരു ഇത് വരുന്നുണ്ട്, വെറൈറ്റികൾ വരുന്നുണ്ട്. നമ്മുടെ മാങ്ങയിൽ തന്നെ പറയില്ല, അതുപോലെ വെറൈറ്റികൾ വരുന്നുണ്ട്. പക്ഷെ ഫുൾ ഇതാട്ടോ അവരുടെ ആ ഒരു ഹിസ്റ്ററിയാണ് ഈ വരുന്ന വഴിയിൽ ഫുള്ള് കാണുന്നത്. ഈ മരമൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു മോഡൽ ഇവർ ഇതുപോലെ കൾട്ടിവേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണെന്ന് പറയുന്നത്. അതുപോലത്തെ വലിയ വലിയ ഫാമുകൾ, മാങ്ങ നിൽക്കണ പോലെ ഉണ്ട് ശരിക്കും അല്ലേ. ഇവിടെ ഉണ്ടല്ലോ അവരുടെ ആ ഒരു ബേസ് പ്രോസസ്സ്, അതായത് കൾട്ടിവേഷൻ തൊട്ട് അത് കഴിഞ്ഞിട്ട് ഹാർവെസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഫെർമെൻറ്റേഷനിൽ ആ ഒരു കുരുവിൻ്റെ ആ സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനെ അത് ഡ്രൈ ആക്കി എടുക്കും. അത് കഴിഞ്ഞ് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് അടുത്ത സ്റ്റേജിലേക്ക്. ഇവിടെയാണ് അതിൻ്റെ ഫുൾ പ്രോസസ്സ് കാണിക്കുന്നത്. ഇത് കേട്ടോ, ഇവിടെ അവരുടെ ആ കൊക്കോക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അത് ആ കൊക്കോ സീഡ് ഉണ്ടല്ലോ, അത് ഉണക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആ പ്രോസസ്സ് കഴിഞ്ഞ് പിന്നെയാണ് അങ്ങോട്ട് പോകുന്നത് കാണിക്കുന്നത് കേട്ടോ.
ഫുൾ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നല്ല ബെസ്റ്റ് സാധനങ്ങൾ മാത്രമാണ്, അത്രയും സോഫ്റ്റ്. ആ ഒരു പ്രോസസ്സും കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് അത്രയും മെൽറ്റായി പോകും. ലിൻഡ് ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തവർ ശരിക്കും അത് കഴിക്കാത്തവരാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ, കാരണം അത്ര അടിപൊളിയാണ്. എൻ്റെ ഫേവറേറ്റ് ആട്ടോ. വാ, സ്വിസ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണല്ലോ, അത്രയും ഇങ്ങനെ മെൽറ്റ് ചെയ്ത് പോകും പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമുക്ക് ഇനി വഴിയെ കാണാം. വാ, ഭയങ്കര സോഫ്റ്റ് ആക്കണം, ആ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നുണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്തതാണ്. പണ്ടൊക്കെ അവർ സ്റ്റീം എഞ്ചിനാണ് യൂസ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഹീറ്റ് എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് ആ പിസ്റ്റൽ ഇതുപോലെ ഫ്രണ്ട് ബാക്കായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആൻഡ് ക്രീമി ടെക്സ്ചറിൽ കിട്ടുന്നതാണ് പറയുന്നത്. അങ്ങനെയാണ് അവരുടെ പഴയ സ്കീം. പുതിയത് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും, ഫുൾ മെഷീനറികളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. പഴയ സ്കീമാണ് ഈ വെച്ചിരിക്കുന്നത് കേട്ടോ. അവർ ഈ ഒരു പിസ്റ്റൻ വെച്ചിട്ട് ഇങ്ങനെ പയ്യെ ചെയ്താണ് ഇത്ര ക്രീമി ടെക്സ്ചറിലേക്ക് നമ്മുടെ ലിൻഡ് ചോക്ലേറ്റ് വരുന്നതെന്നാണ് പറയുന്നത്. ഇത് പണ്ടത്തെ ആ ലിൻഡിൻ്റെ അവർ യൂസ് ചെയ്തിരുന്ന മോൾഡും പാക്കറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിങ്ങനെ അങ്ങ് പോകുന്തോറും അപ്ഡേറ്റഡ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു മോൾഡും അതുപോലെ അതിൻ്റെ പാക്കേജും എല്ലാം കാണാൻ പറ്റും കേട്ടോ. അവർ യൂസ് ചെയ്തിരുന്ന ആ ഒരു ചോക്ലേറ്റിൻ്റെ മോൾഡുകൾ പലത്, കവറുകളൊക്കെ കണ്ടോ, നല്ല പഴക്കമുണ്ട് കേട്ടോ. ലിൻഡിൻ്റെ ഒക്കെ കണ്ടോ, ഇതൊക്കെ പഴയതാണ്, ലിൻഡോ എന്നൊക്കെ എഴുതിയിട്ടുള്ള അവരുടെ പഴയത്. പുതിയത് കാണിച്ചത് തൊട്ടപ്പുറത്ത് തന്നെ ഇങ്ങനെ ഹിസ്റ്റോറിക്കായിട്ട് അവരിത് കളക്ഷൻ പോലെ വെച്ചേക്കും കേട്ടോ. പഴയതുപോലെ അവരിൽ ഒരു കളക്ഷൻ വേണമല്ലോ അവരുടെ. ഇതത് കഴിഞ്ഞിട്ടുള്ളത് കണ്ടോ, ഇതൊക്കെ ഓരോ മോൾഡ് ഓരോ പാക്കേജുകളാണ്. പിന്നെ ഇത് ലേറ്റസ്റ്റ് കണ്ടോ, നമ്മൾ കഴിച്ചിട്ടുണ്ട് ആക്ച്വലി ഈ ഒരു പാക്കേജ് കണ്ടോ. ഇത് ലേറ്റസ്റ്റ് അവരുടെ ആ ഒരു ഇതാട്ടോ മോൾഡുകളാണ് വന്നിരിക്കുന്നത് ചോക്ലേറ്റിൻ്റെ. കണ്ടോ, ആ ഒരു ബണ്ണി കണ്ടിട്ടില്ലേ, നമ്മുടെ ലിൻഡിൻ്റെ ഫേമസ് ആണ്, എല്ലാവരും വാങ്ങാറുള്ള ഒരു സംഭവമാണ് ആ ഒരു ബണ്ണിയുടെ ഒരു മോൾഡ് വന്നിട്ട്. അതുപോലെ ടെഡി ബെയറിൻ്റെയും ഇതൊക്കെ ലേറ്റസ്റ്റ് ആട്ടോ. ഈ ലിൻഡിൻ്റെ കവറുകളൊക്കെ ഇരിക്കുന്നത് പുതിയ ടൈപ്പാണ് ഇതൊക്കെ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കറണ്ടായിട്ടുള്ള അവരുടെ പാക്കേജിങ് വരുന്നത്. ഇനി ഭാവിയിൽ നമ്മൾ പിന്നെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ പഴയതായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ടേസ്റ്റിംഗ് സെഷൻ വന്നിട്ട് ഈ ഒരു സെഷനിലാണ് വരുന്നത് കേട്ടോ. കണ്ടോ, ഈശ്വരാ നല്ല മണമുണ്ട് കേട്ടോ. കൺട്രോൾ. അപ്പോൾ ഇവിടെ നമ്മുടെ കൈ ഡിസിൻഫെക്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്. എത്ര വേണമെങ്കിലും കഴിക്കാം, അൺലിമിറ്റഡ് ആയിട്ട്. ഇനി അധികം സംസാരമില്ല, ഇനി പണിയിലേക്ക് കിടക്കാം. വാ. ഇത് നമ്മുടെ അൾട്ടിമേറ്റ് എയിം ഈ ലിൻ ഫാക്ടറി സ്വിറ്റ്സർലാൻഡിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ബക്കറ്റ് ലിസ്റ്റിൽ ഒന്നാണ് ഈ ഒരു ലിൻ ഫാക്ടറി വിസിറ്റ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ടോർ കേട്ടോ. ഇവിടെ നമുക്ക് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യുന്ന സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ മെയിൻ എയിമായിരുന്നത്, അല്ലാണ്ട് കഥയോ അവരുടെ ഹിസ്റ്ററി അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ ഇവിടെ 3 ടൈപ്പ് ചോക്ലേറ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ട്. ഒരെണ്ണം ഒരു ഡാർക്ക് ചോക്ലേറ്റ് ആണ് വരുന്നത്, ഒരെണ്ണം മിൽക്ക് ചോക്ലേറ്റ് ആണ്. മിൽക്ക് ചോക്ലേറ്റിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ കൊക്കോൻ്റെ ആ മാസ് ഉണ്ടാവില്ല, കൊക്കോ ബട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൽ രണ്ടിൻ്റെ മിക്സ് ആയിട്ട് വരുന്നതാണ് ആ ഫ്ലേവർ. ഈ സംഭവമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. കൂടുതലും പഞ്ചസാരയാണ്, നന്നായിട്ട് കാലറി കൂടും, പക്ഷേ കുഴപ്പമില്ല, ലിൻഡ് കഴിച്ചിട്ട് തന്നെ വരുന്നത് എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഈ 3 ടൈപ്പ് കേട്ടോ. ഡാർക്ക് കൂടുതലുള്ള ഇതിൻ്റെ അകത്ത് ക്വാണ്ടിറ്റി ഒക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇത് വരുന്നത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഈ മിഡിൽ വണ്ണാണ്. നല്ല ചൂടായിട്ടുണ്ടല്ലോ ആ സാധനം കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്, പക്ഷെ പെട്ടെന്ന് മട്ടിക്കും കേട്ടോ. നമുക്ക് അടിപൊളി, സൂപ്പർ കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു സെഷനിലേക്ക് പോകാം. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് ബാറുകൾ കിട്ടുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ആണ്. 8 ഫ്ലേവേഴ്സ് നമുക്ക് ഇങ്ങനെ കൈവച്ചിട്ട് ഗസ് ചെയ്യണം അത് ഏത് ഫ്ലേവർ ആയിരുന്നു എന്നുള്ളത്. പറഞ്ഞു തരും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വെറുതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിമിറ്റഡായിട്ട് ചോക്ലേറ്റ് കഴിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് വന്നിട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാം. ഉണ്ടാക്കുന്ന പ്രോസസ്സുകൾ കാണിച്ചിരുന്നു കേട്ടോ. ചോക്ലേറ്റുകൾ ആദ്യം അവിടെ നിന്ന് ആ കൊക്കോ സ്റ്റേജിൽ വന്നിട്ട് പിന്നെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കോട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിലേക്ക് വരുന്ന പ്രോസസ്സുകളാണ്. പ്രൊഡക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കാണിക്കുക. മെഷീനറി അവരെങ്ങനെയാണ് ഒരെണ്ണം കാര്യമായിട്ട് വരും, അതിൻ്റെ മേളിൽ ആൽമണ്ട് അങ്ങനത്തെ സാധനങ്ങൾ ഫില്ല് ചെയ്തിട്ട് അവസാനമുള്ള പ്രൊഡക്റ്റിന് എങ്ങനെയാണ് അത് വരുന്നതെന്നുള്ള കൺവെയർ ബെൽറ്റിൽ കൂടെ കേട്ടോ. ഗ്രീൻ കളർ കത്തുമ്പോൾ നമുക്ക് കൈ വെച്ച് കിട്ടും. കൈ നീങ്ങിപ്പോയാൽ പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്യണം, അപ്പോൾ റെഡ് കളർ ഉണ്ടാവും. ഈ ഗ്രീൻ വരുമ്പോൾ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് കിട്ടും. അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്, അപ്പോൾ അത് തുറന്ന് നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് അറിയാം നമ്മൾ കഴിച്ചിട്ട് ഗസ് ചെയ്ത് കറക്റ്റ് ആണോ എന്നുള്ളത്. ഇപ്പോൾ ഇത് വന്നിട്ട് ഡാർക്ക് ചോക്ലേറ്റ് വിത്ത് സീ സോൾട്ടാണ്. കേട്ടോ, ചെറിയ ഉപ്പൊക്കെ ആയിട്ട്. അപ്പോൾ ചോക്ലേറ്റ് ലവേഴ്സ് ഡെഫിനറ്റായിട്ടും സ്വിറ്റ്സർലാൻഡിൽ വന്നു കഴിഞ്ഞാൽ വരേണ്ട സ്ഥലം തന്നെയാണ് ഞാൻ പറയുള്ളൂ. തിന്നും എടുക്കും കേട്ടോ. എനിക്കിപ്പോൾ തന്നെ എൻ്റെ തലയ്ക്ക് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഫൈനലി നമ്മൾ ആ ഒരു
ചോക്ലേറ്റ് റാപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഭയങ്കര ഫേമസ് ആണ്, എല്ലാവരും പറയാനുള്ള സ്ഥലമാണ്. നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കുറേ ഫ്ലേവേഴ്സ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഓരോന്ന് വെച്ചെടുക്കാം. പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ഇവിടെ നിന്ന് കഴിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോന്ന് വെച്ചെടുത്ത്, രണ്ടുപേരും ഓരോന്ന് വെച്ചെടുത്തിട്ടുണ്ട്. അമ്മമാരൊക്കെ നോക്കി പേടിപ്പിക്കാനുള്ള നിൽക്കണവർ കേട്ടോ. നമ്മൾ കൂടുതലെടുക്കണം, 3 പേരെയാണ് നിർത്തിയേക്കുന്നത് നോക്കാൻ വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ നമ്മളിനി ടേസ്റ്റ് ചെയ്യാം. ഞങ്ങൾ ഓരോന്നുള്ളത് ഞാൻ എടുത്ത് എൻ്റെ ബാഗിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഓരോന്നെടുത്ത് കഴിക്കാം. എടുത്ത് വെക്കണ ആ പരിപാടി കഴിഞ്ഞ് ഇനി കഴിക്കാം കേട്ടോ. ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കട്ടെ. ഇത് നമ്മുടെ നോർമലി ഓരോ ഫ്ലേവേഴ്സ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാക്ക് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരെണ്ണം കഴിച്ചു. ഇത് ബ്ലൂ കളറിലും എന്താ ഫ്ലേവറാണ്, സ്മൂത്ത് മെൽറ്റിംഗ് ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, അതിൻ്റെ അടുത്ത് ഓറിയോ പോലത്തെ എന്തൊക്കെ ഉണ്ട്. ഞാൻ ഒരാൾക്ക് കൊടുക്കട്ടെ. എനിക്ക് മട്ടിച്ചു തുടങ്ങി കേട്ടോ. ഞാൻ കുറേ കഴിക്കാൻ വെച്ചിട്ട് വന്നതാണ്, പക്ഷേ എനിക്ക് പറ്റണില്ല. അവിടുത്തെ മെൽറ്റഡ് ചോക്ലേറ്റ് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ 2-3 കിളി പോയി. അപ്പോൾ ഞാൻ വേറെ ഒരാൾക്ക് കൊടുക്കുവാണ്. സംഭവം കൊള്ളാം കേട്ടോ. നമുക്ക് കഴിച്ച് മടുക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചോക്ലേറ്റൊക്കെ കൊള്ളാം, പക്ഷെ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും അവർ ചിലപ്പോൾ വെച്ചേക്കുന്നത് എത്ര വേണമെങ്കിലും കഴിച്ചോ എന്ന് പറയുന്നത്. കാരണം നമുക്കൊരു പരിധി കൂടുതൽ കഴിക്കാൻ പറ്റില്ല. ഇനി ഇവിടെ താഴെ സ്റ്റോറുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങിയിട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ റിലേറ്റീവ്സിന് ഗിഫ്റ്റ് കൊടുക്കാനും നമുക്കും കൊണ്ടുപോകാൻ നല്ലതാണ്. ഒരുപാട് ഫ്ലേവേഴ്സ് വരുന്നുണ്ട്. ഒരു 8-10 ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, അത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഫ്ലേവർ എടുത്തിട്ട് തരാം കേട്ടോ. ഞാൻ ഇനി പിങ്ക് എടുത്തിട്ട് തരാം, പിങ്ക് കളർ. ഇത് സ്ട്രോബെറി ഏതോ ഫ്ലേവറാണ് വരുന്നത്. കൊള്ളാട്ടോ. ഇത് ശരിക്കും എനിക്കിഷ്ടമാണ്, പക്ഷേ നമുക്ക് കഴിച്ച് മടുക്കും എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇത് മിൽക്ക് ചോക്ലേറ്റ് ആയിട്ട് വരുന്നത്. നോക്കാൻ വേണ്ടി ആളുകൾ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. ഭയങ്കര തിരക്കുമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ചോക്ലേറ്റ് കഴിക്കുന്ന സ്ഥലത്തായിട്ട്. അപ്പം വയർ കാലിയാക്കിയിട്ട് വന്നാലും നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഈ ഒരു ലിൻ ഫാക്ടറിയുടെ ഉള്ളിൽ ഇതുപോലെ നമുക്ക് ഫോട്ടോ വാൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതിന് മുമ്പ് എടുത്തവരുടെ ഫോട്ടോ ആട്ടെ ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ എടുക്കാൻ പറ്റും. അവിടെ നമുക്ക് മെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിലിലേക്ക് ആ ഫോട്ടോ വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് കപ്പിളായിട്ട് എടുക്കാം, സിംഗിളായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ എടുക്കുന്ന ഫോട്ടോയ്ക്ക് ഇതുപോലെ ഫോട്ടോ വാളിൽ നമ്മുടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മുമ്പ് എടുത്തവരുടെ മാഞ്ഞു പോയിട്ട് നമ്മുടെ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഫോട്ടോ എടുക്കുന്നുണ്ട്, ഓരോരുത്തർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഓരോരുത്തരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ലിൻഡിൻ്റെ ഫോട്ടോയൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് കാണാം കേട്ടോ. നല്ല രസമായിട്ട് കാണാൻ നമുക്ക് എടുക്കാറുണ്ട്. ഹാപ്പി ആട്ടോ. ശരിക്കും പറഞ്ഞാൽ ജാക്ക് പോട്ട് തന്നെയാണ്. നമ്മൾ പല പ്രാവശ്യമായിട്ട് ഇവിടെ വന്നു, ചോക്ലേറ്റ് ആ ഒരു റാപ്പിലുള്ളത് എടുത്തു, അത് തിരിച്ച് പോയിട്ട് വീണ്ടും ഒരാൾക്ക് കഴിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ കപ്പാസിറ്റി ഒരു 3-5 സ്കൂപ്പ് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞു. ഇവിടെ ഒരാൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ട് ഞാൻ അവിടെ പോയിട്ട് വരാമെന്ന്. എൻ്റെ ബാഗ് നോക്കും മക്കളെ, ഒരാഴ്ചത്തേക്കുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഓരോന്ന് വെച്ചിട്ട് എടുത്താൽ നമ്മളിങ്ങനെ വാരരുത് കേട്ടോ. എപ്പോഴും മാന്യമായിട്ട് ഓരോ പ്രാവശ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമില്ല. ഒറ്റ പോക്കിൽ ഓരോന്ന് വെച്ച് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ലിൻഡ് ചോക്ലേറ്റിൻ്റെ അത്രയും ടേസ്റ്റ് ഇല്ലെന്നാണ്, വേറൊരു ഫ്ലേവറായിട്ട്. എനിക്ക് മേ ബി ഇനിയിപ്പോൾ മെൽറ്റ് ചെയ്ത് കഴിച്ചിട്ട് ചൂടോടുകൂടി കഴിച്ചിട്ടാണോ എന്നറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ചോക്ലേറ്റ് ആയിട്ട് നമ്മൾ കഴിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലക്കടിക്കും. ചോക്ലേറ്റ് ലവേഴ്സ്, ഞാൻ ചോക്ലേറ്റ് ലവർ ആണെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് അത്ര കപ്പാസിറ്റി ഇല്ല. ഇഷ്ടമാണ്, പക്ഷേ ഒരു പരിധി കൂടുതൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. എനിക്ക് തലക്കടിച്ചിട്ടുണ്ട് ശരിക്കും കേട്ടോ. നന്നായിട്ട് ഷുഗർ കൂടും. അതിനകത്ത് ക്വാണ്ടിറ്റി പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് കൂടുതലും ഷുഗർ തന്നെയാണ് വരുന്നതിൻ്റെ അകത്ത്. ഈവൻ ഡാർക്ക് ചോക്ലേറ്റിൽ പോലും ഷുഗർ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലിൻ ഫാക്ടറിയിലെ വിശേഷങ്ങൾ. താഴെ കഫേ വരുന്നുണ്ട്, ഇനി സ്റ്റോർ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വേഗമായിട്ട് കാണിച്ചു തരാൻ കേട്ടോ. ഇവിടെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ താഴേക്ക് പോവാണ്. ഇതാണ് ലാസ്റ്റ് പൊസിഷൻ, നമ്മുടെ ആ ഒരു റാപ്പിൽ ചോക്ലേറ്റ് കിട്ടുന്ന സ്ഥലം. ഇനി താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഇതുപോലെ ട്രൈ ചെയ്യല്ല, അവിടെ സ്റ്റോർ ചെയ്ത് നമുക്ക് വാങ്ങാം ഗിഫ്റ്റ് പർപ്പസിന്, അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതവരുടെ ലേറ്റസ്റ്റ് മെഷീനറികളാണെന്ന് തോന്നുന്നു ഈ ഒരു ലിൻഡ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കാണിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ഓരോ പ്രോസസ്സ് വഴീസ് കണ്ടോ ആ ഒരു കൺവെയർ ബെൽറ്റിൽ കൂടെ പോകുന്ന അങ്ങനെ കുറേ കാണിച്ചിട്ടുണ്ട്. ഫുള്ളൊന്നും നമുക്കങ്ങനെ ഫുൾ കവർ ചെയ്ത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് മെയിനായിട്ട് ഞാൻ കഴിക്കാൻ തന്നെ വന്നത്. ഇതിൻ്റെ പ്രോസസ്സൊക്കെ നമുക്ക് പറഞ്ഞിട്ട് നമുക്കൊന്നും വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ചോക്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ കഴിപ്പായിരുന്നു മെയിൻ. ഒരു ചോക്ലേറ്റ് ഡിസ്പെൻസർ മെഷീനായിട്ട് നമ്മുടെ ആ ബുക്ക് ചെയ്ത കാർഡിൻ്റെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചോക്ലേറ്റ് ഇതുണ്ട് ആ മെഷീനിൽ കൂടെ ഇങ്ങനെ പോയി
ഇതാ മേളിക്കോടൊക്കെ വരും കേട്ടോ. എവിടെ സംഭവം ആദ്യം ഇങ്ങനെ ഫുൾ ആ പ്രോസസ്സ് കാണാൻ അടിപൊളിയാട്ടോ. ഇത്തിരി നേരം വർക്ക് ചെയ്യാണ്ടായിരുന്നു, ഇങ്ങനെ മണി അടിച്ച് ദേ അത് തട്ടി ഇത് തട്ടി ടിണ്ടി ദേവിയിടോ ദേ വരുന്നു. അത് ഫുൾ ഇങ്ങനെ തിരിഞ്ഞ് വീല് പോലെ തിരിഞ്ഞ് ആ പെണ്ണ് ദേ നമുക്കുള്ള ചോക്ലേറ്റ് ഇട്ട് തരാം കേട്ടോ. ദേ കളക്ട് ചെയ്ത് ഓ ബ്ലൂ ആണല്ലേ. കൊള്ളാം. ഇതൊരു അടിപൊളിയായിട്ട് പ്രോസസ്സ്. അതുപോലെ തന്നെ സെയിം ഇപ്പുറത്തും വരുന്നുണ്ട്. നമ്മൾ കണ്ടേക്കുന്നത് ഈ ആണിൻ്റെ ആയിരിക്കും. അത് കുറച്ച് ചെറുതാട്ടോ. നമുക്ക് ഒരു ടിക്കറ്റ് വെച്ചിട്ട് 2 പ്രാവശ്യം ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. കേട്ടോ നമ്മൾ ആ ഒരു ചോക്ലേറ്റ് ടോർ കഴിഞ്ഞ് താഴേക്ക് വന്നേക്കാം. അവിടെ ലിൻഡിൻ്റെ സ്റ്റോറുണ്ട്, ഒഫീഷ്യൽ സ്റ്റോർ. അവിടെ നമ്മൾ കഴിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവിടെ കിട്ടാത്ത നമ്മൾ നോർമലി കാണാത്ത ടൈപ്പ് വെറൈറ്റി ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ റാസ്ബെറി കണ്ടോ, റാസ്ബെറിയുടെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല റാസ്ബെറിയുടെ. സ്ട്രോബെറി കഴിച്ചിട്ടുണ്ട്, അത് നമ്മൾ മേളിലും കഴിച്ചായിരുന്നു. ഇതൊക്കെ വെറൈറ്റിയാണ്. പിന്നെ ഇവിടെ നമ്മൾ ഹേസൽനട്ട് ഫില്ല് ചെയ്തിട്ടുള്ള സംഭവങ്ങളും കണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെറൈറ്റിയാണ്. അപ്പോൾ നാട്ടിൽ വന്ന് നമുക്ക് റിലേറ്റീവ്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാനും സ്വന്തമായിട്ട് കഴിക്കാനും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാം ആരാൻ തോന്നും, അത്ര വെറൈറ്റിയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ലിൻഡിൻ്റെ ഈ ഒരു സ്വിറ്റ്സർലാൻഡ് ലിൻഡ് ഫാക്ടറിയിലത്തെ വിശേഷങ്ങൾ കഴിയാണ്. കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.